Father, I have sinned. Thank you for the word that was given through your servant, Lord. Please forgive me. I know I'm not worthy of your forgiveness, but please forgive me. I submit my life into your hands, Lord, and my future. Please forgive me for all my sins. In Jesus' name I pray, amen. Hallelujah. Amen. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാവരും വേണ്ടിയിട്ട് നമുക്ക് പാട്ട് പാടി ദൈവത്തിനെ ആരാധിക്കാം. കർത്താവൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിന് കൂടെ ഇരിക്കും. വരാൻ കാര്യമില്ല, ഞാൻ ഇവിടെ ഇപ്പോഴുണ്ടല്ലോ. എന്നാലും എല്ലാരും സമാധാനപ്പെട്. നമുക്ക് ചർച്ചിന്റെ പുറത്ത് പോയി അവിടെ നോക്കാം, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന്. നമുക്ക് പോവാം. കർത്താവ്, എന്തുവാണ് ഈ ബഹളം? ദൈവമക്കൾ ഇങ്ങനെയൊക്കെയാണ് ആരാധിക്കണ ചർച്ച വന്നിട്ട്. എല്ലാരും അവിടെ പോയി. ചർച്ച കഴിഞ്ഞോ? ഇത് ശരിയല്ല. സാധാരണ ഡെൻസൺ ചേട്ടൻ എന്നെ എഴുന്നേപ്പിക്കണമല്ലോ. ഹലോ, ഇനി അവരൊക്കെ ഫുട്ബോൾ കളിക്കാൻ പോയോ? ഞാനില്ലാതെ ഫുട്ബോൾ കളിക്കാൻ പോയി. ദൈവമക്കൾ എന്നെ വിളിക്കുകയില്ല. ഇത് കഷ്ടം തന്നെയാണ്. അല്ല, ഞാനില്ലാതെ ഫുട്ബോൾ ഒന്നും കളിക്കാൻ പോയില്ല അവര്. ഞാൻ പോയി നോക്കട്ടെ അവരെവിടെയാന്ന്. ഇതൊക്കെ കണ്ട കർത്താവ് വന്ന പോലെ ഉണ്ട്. എവിടെ കർത്താവ് വരാന്ന് പറഞ്ഞിട്ട് അത്ര നാളായി. After a week, those who have been left behind gather at church. നമുക്ക് നോക്കാം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്. കർത്താവേ, അയ്യോ, ഇതെന്താ കർത്താവേ? ഞാൻ അന്നേരം ഒന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ, അന്നേരം ഒന്ന് കൂടുതൽ വിശ്വാസത്തോടെ കൂടുതൽ ആഗ്രഹത്തോടെ ആരാധിച്ചായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല കർത്താവേ. എനിക്കിവിടെ ഉണ്ടാവണ്ട കർത്താവ്. ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പറയാൻ തുടങ്ങിയിട്ട് 2000 വർഷമാണ്. ഇപ്പോഴും വരണം. എനിക്ക് പറ്റില്ല കർത്താവ്, എനിക്ക് പറ്റില്ല. സിസ്റ്റർ എന്താ ഇവിടെ? ഞാൻ ഓർത്ത സിസ്റ്ററിന്റെ വിശുദ്ധി കൊണ്ട് എന്നെ സ്വർഗത്തിൽ പോകുമെന്ന്. ഉള്ളത് പറയാലോ സിസ്റ്റർ, എനിക്ക് പോലും അറിയില്ല ഞാൻ എന്തോ ഇവിടെ ചെയ്യുന്നതെന്ന്. പക്ഷെ സിസ്റ്റർ ഇത് കേൾക്കണം കേട്ടോ. ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ ആദർശം വരെ പോയിട്ടുണ്ട്. ആണോ? ആ പുള്ളിയേക്കാൾ ഞാൻ 10 ഇരട്ടി ഞാൻ ആരാധിച്ചിട്ടുണ്ട്. സിസ്റ്ററിന് അറിയാമോ ഞാൻ എന്തുമാത്രം ചർച്ചിന് വേണ്ടി കൊടുക്കുന്നെന്ന്? ഞാൻ എല്ലാ മാസം 1000 പൗണ്ട് വെച്ചാ കൊടുക്കുന്നത് ചർച്ചില്. സത്യമാണോ സിസ്റ്റർ? അതായിരുന്നു പ്ലാൻ. പക്ഷെ ഇത് കേക്ക്,
ആന്റണി എന്തിയെ BMW ഓടിച്ച് സ്വർഗത്തിൽ പോയോ? ഞാൻ പഴയ 2012 ബെൻസ് കൊണ്ട് നടക്കുക. ഞാൻ എന്നാ ഇവിടെ നിൽക്കുന്നത് എപ്പോഴും. എല്ലാം ഷടാ, ഞാൻ എല്ലാം ഞായറാഴ്ച ചർച്ചിൽ പോയിട്ട് ഞാൻ സ്വർഗത്തിൽ പോയില്ലോ. ഇതെന്താ പ്രാചിക ഇയാളെ എന്നോട് പറഞ്ഞ് ഞാൻ എല്ലാ ഞായറാഴ്ച വന്ന് നല്ലപോലെ ചർച്ചിന് പൈസ കൊടുത്താൽ ഞാൻ സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന്. അന്ന് നോക്കി ഞാൻ എവിടെ ഇരിക്കല്ലേ എന്ത് ചെയ്യുമെന്ന്. ഒട്ടും ശരിയല്ല, ഒട്ടും ശരിയല്ല. നമുക്കിനി നോക്കാം ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് എന്തുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലോട്ട് പോയില്ല. ചായ എന്ത് ചെയ്യുവോ? പിന്നെ കുടിക്കുവാണോ? ചർച്ചിലൊന്നും പോകണ്ടേ? എടീ, ഞാൻ 2 എണ്ണം അടിക്കാതെ എങ്ങനെ ആരാധിക്കും? കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗം കേട്ടില്ല? കഴിഞ്ഞ ആഴ്ചയില്ലേ അവിടെ പാസ്റ്റർ ചിലർക്ക് ആരാധിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അവര് വഴക്ക് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എനർജി ഉണ്ടാവാനല്ലേ ഞാൻ 2 എണ്ണം അടിക്കണം. അങ്ങനെയാ, അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ കർത്താവ് പാസ്റ്ററൊന്നും അറിയാൻ പോണില്ല, ഒരു കുഴപ്പമില്ല. നമ്മുടെ കർത്താവ് വെറുതെ ആണോ വെള്ളം വീഞ്ഞാക്കിയത്? ഒന്ന് ചിന്തിക്കണ്ടേ. ഇനിയിപ്പോ റെഡിയാവ്, ഞാൻ ബൈബിളൊക്കെ എടുത്തിട്ട് വരാം. ഇതൊന്നും കുഴപ്പമില്ല. ആ പ്രവാചകൻ എന്നോട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്താലും ചർച്ചിന് പൈസ കൊടുത്താൽ ഒരു കുഴപ്പമില്ല, ഞാൻ സ്വർഗത്തിൽ ഉണ്ടാവും, ഉറപ്പാ. അതുകൊണ്ട് ഇതൊന്നും കുഴപ്പമില്ല. കഷ്ടമാണ്, നോക്കണം. ഭയങ്കര പൊടി. എന്താ അല്ലേ ആ മനുഷ്യന്റെ ജീവിതമേ. നമുക്കിനി ആ പ്രവാചകന്റെ ജീവിതത്തിലോട്ട് നോക്കിയാലോ? എല്ലാരും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വന്ന പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തിക്കുത്തി നോക്കാം. സഹോദരൻ, ഞാൻ പറയാലോ, താങ്കൾ ഉറപ്പായിട്ടും സ്വർഗത്തിൽ പോകും. പരിശുദ്ധാത്മാവ് ഇത് എന്നോട് ഉറപ്പായിട്ട് പറഞ്ഞിട്ടുള്ളതാണേ. കുഴപ്പമില്ല, കുഴപ്പമില്ല. അയ്യോ എടോ, താങ്കൾ മാനസാന്തരപ്പെടണം. ഇപ്പൊക്കെ പൈസ കൊടുക്കുന്ന സഭയ്ക്ക് മോശം. കുഴപ്പമില്ല, ശ്രമിക്ക്. പ്രവാചക, താങ്കൾക്ക് എൻ്റെ സ്വഭാവം അറിയാലോ. ഞാൻ ഇടയ്ക്ക് വെച്ചൊക്കെ കുടിക്കും. പക്ഷെ അത് വേറൊന്നുമല്ല, ആരാധിക്കുമ്പോൾ വെച്ചിട്ട് എനർജി ഉണ്ടാവാനാ. അതൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ എത്തുമോ? പിന്നെന്താ, താങ്കൾ എല്ലാ ഞായറാഴ്ച ചർച്ച വരുന്നില്ലേ? എല്ലാ ഞായറാഴ്ചയും. പിന്നെ എല്ലാ മാസവും നല്ലൊരു ദശാംശം കൊടുക്കുന്നത് നന്നായിട്ട് കൊടുക്കും. പിന്നെ താങ്കൾ കുടിക്കുന്ന ഈച്ചി നന്നായിട്ട് ആരാധിക്കലല്ലേ? അതെ. പിന്നെന്താ കുഴപ്പം? താങ്കൾ ഉറപ്പായിട്ടും അവിടെ കാണും. ശരിക്കും? പിന്നെ എന്നെ വിശ്വസിക്ക്, ഞാൻ 30 ദിവസം ഉപവസിച്ച ഭക്ഷണവും വെള്ളവും ഇല്ലാതെ. ആ സമയത്തില് പരിശുദ്ധാത്മാവ് എന്നോട് പല കാര്യങ്ങളും പറഞ്ഞത് ഒരു കാര്യം താങ്കൾ ഉറപ്പായിട്ട് അവിടെ കാണും. വിശ്വസിച്ചോന്നേ. ഈ പാസ്റ്ററോടൊന്നും പോയി ചോദിക്കണ്ട, എന്നെ വിശ്വസിച്ചാ മതി, നിങ്ങൾ കാണും. പക്ഷെ ഒരു കാര്യം പറയാലോ, താങ്കൾ ഇങ്ങനെ ഇച്ചിരി കൂടി പോയാ ഞാൻ തന്നെ ആ ബാധ ഇറക്കണായിരിക്കും. പക്ഷെ കുഴപ്പമില്ല. ഇതെല്ലാം കഴിഞ്ഞ് അവർ ഓരോ ദിവസവും ആലോചിച്ചു എന്തുകൊണ്ട് അവർ സ്വർഗത്തിൽ പോയില്ല എന്ന്. നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ ആരാധനയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. മൂന്ന് പേരോ? എല്ലാം നോക്കിയാലും
ആ 3 പേര് ഈ ആത്മീയകാര്യങ്ങൾ ഇച്ചിരി നമ്മളെക്കാട്ടിലും മുമ്പോട്ടായിരുന്നു അല്ലേ? അവർക്ക് എപ്പം സമയം കിട്ടിയാലും അവർ വചനം പറഞ്ഞ് എല്ലാവരും ശരിക്കും സ്നേഹിച്ച് നമ്മളെപ്പോലെ ഒന്നും അല്ലായിരുന്നു അവര്. അതെല്ലാം ശരിയാ, ദൈവിക കാര്യങ്ങളെല്ലാം അവരുടെ പാഷൻ കാണാറുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും അവർ കളിയാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നരകത്തിൽ പോകുകയാണോ? ഇനി നമ്മൾ വിശുദ്ധിയോടെ ജീവിച്ച സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുമോ? Matthew 7 verses 21 to 23. Not everyone who says to me, Lord, Lord, shall enter the kingdom of heaven, but he who does the will of my Father in heaven. Many will say to me in that day, Lord, Lord, have we not prophesied in your name, cast out demons in your name, and done many wonders in your name? And then I will declare to them, I never knew you. Depart from me, you who practice lawlessness. As shown in the skit, only 3 out of the 8 people entered into the kingdom of heaven. We must be careful not to attend church simply out of routine or just to have fun with our fellow members. Our hearts should be filled with genuine desire to serve God and pursue His will in all things. Let us remain totally surrendered to God and vigilant in our spiritual journeys, examining ourselves daily to ensure we are right in standing with the Lord. God bless you all.